ആശംസിച്ച കമ്മ്യൂണിസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബിജു ലക്ഷ്മണ ഈ പ്രതിഷേധ മാർച്ചും സദസ്സും ഉദ്ഘാടനം ചെയ്ത കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി തിരുവനന്തപുരം ശ്രീ എൻ ഗൗരി, ബഹുമാന്യരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, ഇന്ന് കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിൽ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും പ്രതിഷേധ സദസ്സും നടക്കുകയാണ്. 2023 കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുന്നംകുളം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് സ്റ്റേഷൻ മാർച്ച് നടക്കുന്ന കായംകുളത്ത് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ. കുന്നമംഗലം പട്ടണ ജനങ്ങളിലൂടെ പോലീസ് ജീപ്പിൽ അതിക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം കുന്നമംഗലം സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകന്മാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ മാർച്ചും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചത്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഭരണാധികാരിയാണ്. 1975 കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് നിലനിന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് അടിയന്തരാവസ്ഥ പിൻവലിച്ചതിനു ശേഷം കേരള സംസ്ഥാനത്ത് നിയമസഭയിൽ അംഗമായി എന്ന സഖാവ് പിണറായി വിജയൻ തന്റെ ജയിൽവാസ കാലത്ത് താൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളിലെ രക്തക്കറകൾ കേരള നിയമസഭയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിഷേധം നിയമസഭയിൽ നടത്തിയത് കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട്. ആ പിണറായി വിജയൻ കസ്റ്റഡി ബന്ധപ്പെട്ടുള്ള പോലീസ് സ്റ്റേഷൻ മാർച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അമ്പലത്തിലെ പൂജാരിയായിട്ടുള്ള പൂണിയിൽ ധരിക്കുന്ന VS സുജിത്ത് എന്ന് പറയുന്ന നിഷ്കളങ്കനായ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ഒരു യുവാവിനെ അകാരണമായി പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കത്തിൽ ക്രൂരമായി മർദ്ദിച്ച സംഭവം പിണറായി വിജയൻ പോലീസ് സ്റ്റേഷൻ മാർച്ചാണ്. അദ്ദേഹം വാതിലില്ല. ഈ വിഷയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ കേരളത്തിലെ ലോക്കപ്പുകളിൽ നടക്കുന്ന പൈശാചികമായ പോലീസ് അക്രമങ്ങളെ അപലപിക്കുവാൻ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സെക്രട്ടറിമാരായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും കേരളത്തിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റിനെയും ഈ രാജ്യത്തെ വൈകുന്നേരത്ത് സഹായിക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അവർ കേരള പോലീസിന് അപമാനകരമാണ്. നിങ്ങൾക്കറിയാം, 1977 കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി ശ്രീ കെ കരുണാകരൻ 111 MLA-മാരുടെ പിന്തുണയോട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. കരുണാകരൻ 29ാമത്തെ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു. കേരള ഹൈക്കോടതി രാജ്യം സംഭവത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്യം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് കേസിൽ കരുണാകരനെതിരായ ഒരു പരാമർശമുണ്ടായ